ഹായ് ഫ്രണ്ട്സ്, പഴംപുളിശ്ശേരി ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ കുറച്ച് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഞാൻ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് എൻ്റെ കുരു ഞാൻ കളഞ്ഞിട്ടില്ല, കാരണം ഇത് ഇത്രയും പഴുക്കുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്ന് കുറച്ചങ്ങ് പഴുത്ത് പോയി. ഇത് അതിനാവശ്യത്തിലുള്ള തൈര്. ഇത് ഞാൻ വിസ്ക് വെച്ച് ഞാൻ ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് തൈര്. ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. ഒരു പഴം ഒന്ന് വേവിച്ചെടുക്കാമേ. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് 2-3 മിനിറ്റ് ഒന്ന് വേവിക്കുന്നുള്ളൂ, കാരണം ഇത് നല്ല പഴുത്ത പഴമായതുകൊണ്ട്. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കാശ്മീരി ചില്ലിയാണ്. മഞ്ഞൾ പൊടി ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉപ്പൊന്നും തന്നെ ചേർക്കുന്നില്ല. ഞാൻ തൈരിൽ ഞാൻ ഉപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി തേങ്ങ മിക്സിയുടെ ജാറിൽ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാമേ. ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാമേ. തേങ്ങ ഞാൻ നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇടയ്ക്ക് ഇങ്ങനെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം, ഇത് അടിക്ക് പിടിക്കാതിരിക്കാൻ. വെന്തിട്ടുണ്ട്. അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഈ തേങ്ങയുടെ പച്ചമണം മാറാൻ വേണ്ടി ഇതൊന്ന് വേവിച്ചെടുക്കാമേ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്, കാരണം പഴംപുളിശ്ശേരിക്ക് മധുരവും പുളിയും എല്ലാം കൂടെ ആവശ്യമാണല്ലോ. അതുകൊണ്ട് പഞ്ചസാരയ്ക്ക് വരെ ശർക്കര വേണേലും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതിയേ. ഈ തൈര് ചേർത്ത് കൊടുക്കുവാണ്. തൈര് ഇതിൽ ചേർത്ത് കഴിഞ്ഞ് പിന്നെ തിളപ്പിക്കരുത്, ചൂടാക്കി എടുത്താൽ മാത്രം മതിയേ. ഇതിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് കുറവായിരുന്നു. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. കൂടുതൽ ചൂടാക്കിയാൽ ഇത് പിരിഞ്ഞു പോകും. ഇനി ഇതിനാവശ്യത്തിലുള്ള കടുക് പൊട്ടിച്ച് ചേർക്കാമേ. എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നില്ല, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടിച്ചത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് മാറ്റുകയാണ് ഇത്. അപ്പോൾ നമ്മുടെ പഴംപുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.